തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചതോടെ വിജയത്തിനായി ഓരോ തുറപ്പുചീട്ട് പരീക്ഷിക്കുകയാണ് മുന്നണികൾ ഓരോന്നും. അക്കൂട്ടത്തിൽ ശ്രദ്ധേയമാണ് എതിർ സ്ഥാനാർത്ഥികളുടെ പാരഡി ഗാനങ്ങൾ. എങ്ങനെയാണ് ഈ ഗാനങ്ങൾ പിറക്കുന്നതെന്ന് കാണാം. സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ദിവസം മുതലാണ് ഗാനങ്ങൾ നിർമ്മിക്കാൻ തിരക്കേറുന്നത്. പണ്ട് മധുരിക്കും ഓർമ്മകൾ പോലെയുള്ള പഴയ പാട്ടുകൾക്കായിരുന്നു താല്പര്യം ഏറെയെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ്, കാര്യസ്ഥൻ തുടങ്ങിയ ചിത്രങ്ങളിലെ ഫാസ്റ്റ് നമ്പറുകൾക്കാണ് പ്രിയം. സ്നേഹത്തിൻ നിറകുടമാണല്ലോ നമ്മുടെ വാർഡിന്റെ നന്മകൾക്കായി, നമ്മുടെ ജീവിത ഉണ്മകൾക്കായി. പാരഡി ഗാനങ്ങളാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കും. 1200 രൂപയാണ് ഒരു പാട്ടിന്. ഓർക്കുക ജില്ലാ പഞ്ചായത്തിലെ LDFന്റെ സ്ഥാനാർത്ഥി. എന്നാൽ പുതുതായി നിർമ്മിക്കുന്ന ഗാനങ്ങൾക്ക് 5000 രൂപയാണ് ഈടാക്കുക. ഒപ്പം അനൗൺസ്മെന്റുകളും തയ്യാറാക്കി നൽകും. ഇടതുപക്ഷത്തിന് UDFന്റെ അഴിമതിയാണ് പാട്ടുകളാക്കാൻ താല്പര്യമെങ്കിൽ വലതുപക്ഷത്തിന് ഇടതിന്റെ അക്രമ രാഷ്ട്രീയമാണ് പ്രമേയം. എന്നാൽ ഇതൊന്നുമല്ല BJPക്ക് താല്പര്യം. അവർക്ക് വേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ. വിവിധ സ്ഥാനാർത്ഥികൾക്കായി ഇതിനോടകം തന്നെ 100ഓളം ഗാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പുഷ്പഹാരം ചാർത്തിയെന്ന് വിളിക്കാം പ്രിയരെ, അമ്പലപ്പുഴയിൽ നമ്മെ നയിക്കാൻ, നാടിനായി വോട്ടുകൾ ചെയ്യാൻ, വർഗീയ ശക്തിക്കെതിരെ കരുതിയിരിക്കാൻ, പടനയിക്കാൻ കതിരറിവാൾ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.